എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമുക്ക് ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ചിപ്പി ആദിയുടെ കാര്യം മഹേഷിനോടും ഇഷതയോടും പറയുന്നതാണ്. അപ്പം മഹേഷ് ചോദിക്കുന്നുണ്ട് ഇൻഷാദയെന്ന് വിളിച്ചപ്പോൾ അവൻ എന്തെങ്കിലും മാറ്റാം. അപ്പോൾ അവന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചിപ്പി പറയുകയാണ്. ചിപ്പി അപ്പോൾ ചോദിക്കുന്നു ഇനി അങ്ങനെ വിളിക്കണോ അമ്മയെന്ന്. അപ്പോൾ നമ്മുടെ ഇഷിത പറയും ഇനി അങ്ങനെ വിളിക്കേണ്ട, ആദിക്ക് ഇഷ്ടമില്ലാത്തതിന് മോള് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട് കൈലാസങ്ങൾ ശരിക്കും സാമിയായോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മഹേഷ് പറയുന്നു അതൊക്കെ അവൻ്റെ തട്ടിപ്പാന്ന് പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നു കുട്ടികളോട് അങ്ങനെയൊന്നും പറയരുതേ എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിലക്കുകയാണ്. പിന്നീട് നമ്മുടെ അനുഗ്രഹയും സുജിയെയും കാണിക്കുകയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇഷിതയുടെ കാര്യം തന്നെ കൈലാസിനെ വിശ്വസിക്കാൻ പാടില്ല, ഇഷിതേച്ചി ഇനി അപകടത്തിലാവും എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുജിയുടെ ഫോണിൽ നമ്മുടെ അവൻ്റെ ഫോൺ വരുന്ന സമയത്ത് സുജി അത് കട്ടാക്കുകയാണ്. അപ്പോൾ വിനോദാണെങ്കിൽ അവിടെ ഇരുന്ന് സുജിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. സുജി ഒന്ന് ഫോൺ എടുക്കുക, എൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ എത്രമാത്രമാണെന്ന് നിനക്കറിയാമല്ലോ എന്നുള്ള രീതി പറയാണ്. ഇതേ സമയം സുജിയും സ്വന്തം പറയും നമ്മൾ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് പോകേണ്ടവരാണ്, ഇനി അടുക്കേണ്ടവരല്ലല്ലോ എന്നുള്ള രീതിയിൽ മനസ്സ് സ്വയം അടക്കി പിടിക്കുകയാണ്. അങ്ങനെ ആ സീൻ അവസാനിക്കുകയാണ്. പിന്നീട് നമ്മുടെ കൈലാസ് ആണെങ്കിൽ വേറെ എങ്ങോട്ടും അല്ല പോയത്. കൈലാസ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. ആ സമയത്ത് സ്വപ്നവല്ലിയോടും നമ്മുടെ മഞ്ജിമയോടും പറയുന്നത് എനിക്കൊരു പൂജയുണ്ട് പോകണമെന്ന്. അപ്പോൾ നമ്മുടെ മഞ്ജിമ ചോദിക്കുന്നത് അതിന് കൈലാസേട്ടൻ ആര് വിളിക്കാനാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഞാൻ ജാമത്തിൽ ഇറങ്ങിയ സമയത്ത് ഒരു സ്വാമി എന്നെ വന്ന് കണ്ട് എനിക്കൊരു ഉൾവിളി ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പം ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ അവരെ കബളിപ്പിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ്. അത് വേറെ അങ്ങോട്ടല്ല, നമ്മുടെ ആകാശിൻ്റെ അടുത്തേക്ക്. അവിടെ പോയിട്ട് മദ്യവും ചിക്കനും ഒക്കെ നന്നായിട്ട് അടിച്ച് കയറ്റുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ആകാശ് കൈലാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷിനെ തകർക്കാനുള്ള തന്ത്രങ്ങളായിട്ടാണ്, അതുകൊണ്ടാണ് നിന്നെ ഇറക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൈലാസ് ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ കൈലാസ് പറയുന്നത് ഇപ്പോൾ എൻ്റെ ദൈവം ആകാശ് മേനോനാണ്, എനിക്ക് ഇഷിതയിലൊരു കണ്ണുണ്ട്, അതുകൊണ്ട് ഞാൻ ആകാശിൻ്റെ കൂടെ നിൽക്കാം. അപ്പോൾ നമ്മുടെ ആകാശ് പറയും നീ എൻ്റെ കൂടെ നിന്ന് അവൻ്റെ എല്ലാ നീക്കങ്ങളും എന്നെ അറിയിക്കണം, ആകാശ് മേനോൻ കേരള ചാപ്റ്റർ വാങ്ങാൻ പാടില്ല, അപ്പോൾ നീ അതെല്ലാം ചെയ്തു തന്നാൽ ഞാൻ നിനക്ക് ഈശ്വരയെ നിൻ്റെ കൈകളിലേക്ക് ഇട്ടുതരും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അത് കേട്ട് നമ്മുടെ കൈലാസിന് അതാണല്ലോ വേണ്ടത്, കൈലാസിന് വേണ്ടത് ഇഷിതയാണ്. അതുകൊണ്ട് ആകാശ് പറയുന്ന എന്തും അനുസരിക്കാം എന്നുള്ള രീതിയിൽ കൈലാസ് പറയുകയാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈലാസ് പറയും എനിക്കൊരാഗ്രഹമുണ്ടെന്ന് പറയും ആകാശ്. അപ്പോൾ എനിക്ക് എന്താണെന്ന് എനിക്കൊരു ആശ്രമം തുടങ്ങണം എന്ന് പറയുന്നു. അപ്പോൾ ആകാശ് പറയുന്നു നിൻ്റെ പുതിയ ബിസിനസ് ആയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ കൈലാസ് പറയും ഞാനും ഒന്ന് പച്ചപിടിക്കട്ടെ. അപ്പോൾ കൈലാസ് പറയും ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി നീ ആദ്യം അത് ചെയ്യാൻ പറയും. മഹേഷിനെ വേരോടെ പിഴുത് കളയണം, എന്നിട്ട് നിനക്ക് ഞാൻ ആശ്രമമൊക്കെ പണിത് തരാം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ കൈലാസ് അതൊക്കെ സമ്മതിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആകാശ് ചോദിക്കുന്നുണ്ട് വീട്ടിലെല്ലാവരും ഇത് വിശ്വസിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു ഇഷിതയ്ക്ക് മാത്രമേ ചെറിയ ഡൗട്ടുള്ളൂ, ബാക്കി എല്ലാവരും വിശ്വസിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ പഴനിയിലേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോയത്, അച്ഛൻ വഴി മാത്രമേ അവിടെ കയറി പറ്റാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു പിന്നെ കാണിക്കുന്ന കൈലാസ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന രംഗമാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന് തന്നെ അറിയാം മദ്യപിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കുക. അപ്പം വായിൽ എന്തോ ഒഴിച്ചിട്ട് അത് കുലുക്കി തുപ്പുകയാണ്, എന്നിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് നമ്മുടെ രാമനാഥൻ പറയും ഇഷിതയോട് മോളെ വാതിൽ തുറക്കാരോ വന്നല്ലോ എന്ന് പറയും. അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ കൈലാസിനെയാണ് കാണുന്നത്. ഇഷിതയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും കുടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ് എവിടെയാണ് പൂജയ്ക്ക് പോയി, നല്ല പൂജയുടെ മണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് കളിയാക്കിയാണ്. അപ്പോൾ നമ്മുടെ കൈലാസ് ഒന്നും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകുമെന്നറിയാം. അങ്ങനെ ബാഗ് നമ്മുടെ മഞ്ജരിയിൽ കൊടുക്കുന്നത് പറയും പൂജ ചെയ്ത പ്രസാദങ്ങൾ അതിനകത്തുണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ രാമനാഥൻ ചോദിക്കും കൈലാസിന് എവിടെയാണ് പൂജയ്ക്ക് പോയത് എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഇഷിത ചോദിക്കുക അച്ഛാ പൂജയൊക്കെ ചെയ്യണം, മന്ത്രങ്ങളൊക്കെ അറിയണ്ടേ എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ രാമനാഥൻ പറയും പൂജയൊക്കെ പൈസയുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതല്ലേ, നീ എന്തിനാ അങ്ങനെ പോയെന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ കൈലാസാണെങ്കിൽ ഒരു ഉത്തരവും പറയുന്നില്ല. മഞ്ജിമയാണെങ്കിൽ ഇഷിതയോട് പൊട്ടിത്തെറിക്കുകയാണ് നീ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ കളിയാക്കുന്നുള്ള രീതിയിൽ. അപ്പോൾ രാമനാഥൻ പറയും അതിന് അവനല്ലേ എന്തെങ്കിലും പറയണ്ടേന്ന് പറയാം. അപ്പം നമ്മുടെ കൈലാസ് മനസ്സിൽ പറയും ഇനി ഞാൻ വാ തുറന്നിട്ട് വേണം ഇവൾക്ക് മനസ്സിലാകാൻ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറി പോവുകയാണ്. ഇതേ സമയം അങ്ങനെ കയറി അങ്ങ് പോവുകയാണ്. പോകുന്ന സമയത്ത് മഞ്ജിമയും
നമ്മുടെ രാമനാഥനാണ് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത് ശരിയാണോ? എന്നിട്ട് സ്വയം തന്നെ പറയും, അവനങ്ങനെ കള്ളം ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറയുന്ന തരത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇപ്പം നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ രചനയെ അടുത്തടുത്ത് ആകാശ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ എൻ്റെ ചെറലാണ്, എൻ്റെ പട്ടിയായിട്ടാണ് അവൻ നിൽക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ കൈലാസ് ഈ ഫോണിലൂടെ സംസാരിക്കുന്നത് ഇഷിതയും മഹേഷൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇഷിതയ്ക്ക് മനസ്സിലാവുന്നു ഇവൻ്റെ കള്ളത്തരം തന്നെയാണെന്നുള്ളത്. ഇഷിത എന്നിട്ട് ഈ കൈലാസ് വീട്ടിലെല്ലാവരോടും പറയും എനിക്കിങ്ങനെ ആശ്രമണം തുടങ്ങണമെന്ന്. അപ്പം മറ്റവരൊക്കെ ഭയങ്കര സന്തോഷമാണ്, കാരണം അവരെല്ലാം ഇത് വിശ്വസിച്ചിരിക്കുകയാണ്. ഇഷിത പക്ഷേ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇഷിത ചോദിക്കുന്നു ആരാണ് നിന്നെ സഹായിക്കുന്ന ആളെന്ന്. എന്നിട്ട് ആകാശ് മേനോൻ്റെ ഒരു വണ്ടിയിൽ വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് എപ്പിസോഡ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.